ഇപ്പോൾ സർക്കാരിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് ഇന്നും സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ. വിദ്യാർത്ഥികളെ മറന്നുള്ള ഈ സ്തംഭനം എത്ര നാൾ എന്ന തലക്കെട്ടിലാണ് ലേഖനം. സർക്കാരും ഗവർണറും അസാധാരണ സംഭവങ്ങളിലേക്ക് സർവകലാശാലയെ എത്തിച്ചുവെന്നും വിമർശനമുണ്ട്. അധികാര തർക്കത്തിൽ തുടങ്ങി തെരുവ് യുദ്ധത്തിൽ എത്തി നിൽക്കുന്ന ധാർഷ്ട്യം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ യശസ്സിനെ പാതാളത്തോളം താഴ്ത്തി. ഗവർണറുടേത് ആസൂത്രിത അജണ്ടയെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. സാനി മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനി മനോമി, ഇന്നലെയും എഡിറ്റോറിയൽ നമ്മൾ ആ ലേഖനം കണ്ടു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് താളം തെറ്റുന്ന കീം, ഇപ്പോൾ സർവകലാശാലയുടെ ഭരണസ്തംഭനം, ഇതൊക്കെയാണോ എഡിറ്റോറിയൽ ഇന്നും പ്രധാന വിഷയമാക്കിയിരിക്കുന്നത് സുപ്രഭാതം? ഡോക്ടർ അരുൺകുമാർ, തുടർച്ചയായ രണ്ടാം ദിവസമാണ് സുപ്രഭാതം ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും അതായത് സംസ്ഥാന സർക്കാരിനുമെതിരെയും ഒക്കെ എഡിറ്റോറിയൽ എഴുതുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും അതേസമയം ഗവർണറെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് എഴുതിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മറന്നുകൊണ്ടുള്ള ഈ സ്തംഭനം എത്ര നാൾ എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് കേരള സർവകലാശാലയിൽ മുഴുവനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. കടുത്ത ഭരണ പ്രതിസന്ധിയുണ്ട്. സംഘർഷഭരിതമായി മാറുന്നു കേരള സർവകലാശാല. കൂടാതെ സർക്കാരും ഗവർണറും അസാധാരണ സംഭവങ്ങളിലേക്കാണ് സർവകലാശാലയെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നത്. അധികാര തർക്കത്തിൽ തുടങ്ങി തെരുവ് യുദ്ധത്തിലേക്ക് എത്തുന്ന ധാർഷ്ട്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യശസ്സിനെ ഇത്തരത്തിൽ പാതാളത്തോളം താഴ്ത്തുന്നതിന് കാരണമാവുന്നതെന്ന് പറയുന്നു. ഗവർണറുടേത് ആസൂത്രിത അജണ്ടയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് സംഘ ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യത്തെ മറ്റ് സർവകലാശാലകൾക്ക് ബദലായി നിലകൊള്ളുന്ന സർവകലാശാലകളാണ് കേരളത്തിലുള്ളത്. ഇതിനെതിരായ ആസൂത്രിതമായ അജണ്ടയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സാനിയ മനോമിയാണ് നമുക്കൊപ്പം ചേർന്നത്. എഡിറ്റോറിയൽ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പിഴവുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എഡിറ്റോറിയൽ എഴുതുന്നു.